ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ വേറൊന്നും ഉണ്ടാക്കാനില്ലായിരുന്നു. ആ പട കുറച്ച് സോസേജ് മാത്രം ഫ്രിഡ്ജിലുണ്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു സോസേജ് വെച്ചിട്ടൊരു പുലാവ് ഉണ്ടാക്കാം. ഇത് ഭയങ്കര ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ആദ്യമേ ഞാൻ സോസേജ് ജസ്റ്റ് ഇച്ചിരി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് ഒന്ന് വറുത്തെടുത്തു. കുറച്ച് മഷ്റൂം ഉണ്ടായിരുന്നു. ആ മഷ്റൂം സെയിം എണ്ണയിൽ തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് വറുത്തെടുത്തു. രണ്ടും ഒന്നിച്ചിട്ട് വറക്കരുത്, കാരണം മഷ്റൂമിലെ വെള്ളം ഇറങ്ങും. എന്നിട്ട് ആ സെയിം എണ്ണയിലോട്ട് തന്നെ കുറച്ച് നെയ്യ് ഒഴിച്ചു. എന്നിട്ട് അതിലേക്ക് കുറച്ച് സ്പൈസസ്, ജസ്റ്റ് പട്ടയും ഗ്രാമ്പും ഉണ്ടായിരുന്നുള്ളൂ, അത് രണ്ടും ഇട്ടു. പിന്നെ അതിനകത്തോട്ട് കുറച്ച് ചോപ്പ് ചെയ്ത വെളുത്തുള്ളി, പിന്നെ കുറച്ച് സവോള നല്ല കുഞ്ഞു കുഞ്ഞായി അരിഞ്ഞ സവോള, ഇതെല്ലാം കൂടെ ഇട്ടിട്ട് നല്ലോണം വഴറ്റി. നല്ലോണം മീൻസ് നല്ല സോഫ്റ്റ് ആകുന്നിടം വരെ നല്ലോണം വഴറ്റി. അതിനകത്ത് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് വഴണ്ടി കിട്ടും. അങ്ങനെ നല്ലോണം വഴറ്റി കഴിഞ്ഞിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് ചിക്കൻ മസാല, പിന്നെ കുറച്ച് പെപ്പർ പൗഡർ, പിന്നെ ഈ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടി മാഗി ക്യൂബ് കിട്ടുന്ന ആ ഒരു ചെറിയ ഒരു ക്യൂബും ഇതിനകത്ത് ഇട്ടു. ആ ക്യൂബിനകത്ത് ഓൾറെഡി ഉപ്പുണ്ട്, അപ്പോൾ നമ്മൾ അതനുസരിച്ചിട്ട് വേണം ഉപ്പ് നോക്കാൻ. അപ്പോൾ ലാസ്റ്റ് ആദ്യം അപ്പോൾ ഇച്ചിരി ഉപ്പേ ഇടാവുള്ളൂ. ഈ മാഗി ക്യൂബും കൂടി ഇട്ട് കഴിഞ്ഞിട്ട് നല്ലോണം വഴറ്റണം. നല്ല സോഫ്റ്റായി നല്ല മെൽറ്റ് ആകുന്നത് പോലെ വഴറ്റി കഴിഞ്ഞിട്ട് അതിലേക്ക് നമുക്ക് തക്കാളി ഞാൻ എപ്പോഴും തൊലി കളയും. അതാകുമ്പം നല്ല ഭയങ്കര സ്മൂത്തായിട്ട് ഇതിൻ്റെ കൂടെ ഫുൾ എല്ലാം കൂടെ മിക്സ് ആവും. നല്ലോണം വഴറ്റി കഴിഞ്ഞ് തക്കാളി ഇട്ടിട്ട് തക്കാളി നല്ലോണം സോഫ്റ്റായി. ഇതിനകത്ത് തക്കാളി ഭയങ്കര മെൽറ്റായി പോകണം. മെൽറ്റായി പോയി കഴിഞ്ഞിട്ട് ഞാൻ ഇതിനകത്ത് ഒരു സ്പൂണ് തൈരും കൂടി ഇട്ടു. പക്ഷെ അത് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. ആ ഒരു തൈരും കൂടി ഇട്ടിട്ട് ടേസ്റ്റൊക്കെ നോക്കിയിട്ട് പിന്നെ നമ്മൾ ഈ ഫ്രൈ ചെയ്ത് വെച്ച് സോസേജും മഷ്റൂമും അതിൻ്റെ കൂടി ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്തു. ഈ റൈസ് ബസ്മതി റൈസാണ്. അത് ഓൾറെഡി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതും ഞാൻ ഇതിനകത്ത് മിക്സ് ചെയ്തു. ഇത് 1.5 കപ്പ് റൈസാണ്. അപ്പോൾ ഞാൻ 1 കപ്പിന് 1.5 കപ്പ് വെള്ളം, അങ്ങനത്തെ അളവിലാണ് ഞാൻ വെള്ളം ഒഴിച്ചിരിക്കുന്നത്. ഈ സെയിം പാനിൽ തന്നെ ചൂടുവെള്ളമാണ് ഞാൻ ഒഴിച്ച്. പച്ചവെള്ളം ഒഴിക്കാണ്ട് മാക്സിമം എപ്പോഴും നമ്മൾ ചൂടുവെള്ളം തന്നെ ഒഴിക്കുക. ചൂടുവെള്ളം ഒഴിച്ച് അടച്ചിട്ട് ആദ്യമേ ചൂടുവെള്ളം ഒഴിച്ചിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോൾ നമ്മൾ ഉപ്പൊന്ന് ചെക്ക് ചെയ്യണം. കാരണം നമ്മൾ റൈസും വെള്ളം എല്ലാം കൂടെ വരുമ്പം ഉപ്പ് കറക്റ്റാണോ എന്ന് നോക്കുക. എന്നിട്ട് അടച്ച് ചെറിയ തീയിൽ വെച്ചിട്ട് നല്ലോണം വേവിച്ചെടുക്കുക. ഫുള്ളി കുക്കായി കഴിഞ്ഞ് ലാസ്റ്റ് ഈ ഒരു സ്റ്റേജൊക്കെ എത്തിക്കഴിയുമ്പം തുറന്ന് വെച്ചിട്ട് കുറച്ച് നേരം കൂടെ വേവിക്കണം. അപ്പോഴേ ഉള്ള ആ ഒരു ഓയിൽ മോയിസ്റ്റൊക്കെ പോയിട്ട് നല്ലതായിട്ട് വരത്തുള്ളൂ. നല്ല അടിപൊളി റൈസായിരുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.